إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد مصطفى صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. عباد الله، أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولا تحسبن الله غافلا عما يعلم الظالمون إنما يؤخرهم ليوم تحشه فيه الأبصار. صدق الله العلي العظيم، وصدق وبلغ رسوله الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ഏറ്റവും പ്രിയം നിറഞ്ഞ വിശ്വാസികൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാന തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ജീവിതയാത്രക്കിടയിൽ നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമൂഹം മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം ശക്തമായ അക്രമത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാർലമെന്റിൽ മുസ്ലിം ഉമ്മത്തിന്റെ അവകാശങ്ങളെ തകർക്കുന്ന രൂപത്തിൽ, അതിനെ അടിച്ചു തകർക്കാനുള്ള ഒരു ഉൽപ്പന്നമായി നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഈ ലോക സമൂഹത്തിന് മുമ്പിൽ വഖഫ് ബില്ല് അവതരിപ്പിക്കുകയും അത് പാസാക്കുകയും ഉണ്ടായി. ഈ ജനാധിപത്യ രാജ്യത്ത് നിന്ന് മുസ്ലിം സമൂഹത്തെ തച്ചു തകർത്ത് ഇല്ലാതാക്കുന്നതിനു വേണ്ടി ആ തച്ചു തകർക്കലിന്റെ ഒരു നിഗൂഢ രൂപമായിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒന്നായിരുന്നു വഖഫ് ബില്ല്. ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതെന്താണെന്ന് അറിയുക
മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ എന്ന നിലക്ക്, മുസ്ലിം ഉമ്മത്തിന്റെ വാഹകർ എന്ന നിലക്ക് നമ്മ ഓരോരുത്തരുടെയും വളരെ നിർബന്ധപൂർവമുള്ള ബാധ്യത തന്നെയാണ്. മുസ്ലിമിന്റെ ആത്മവിശ്വാസത്തെ തച്ചു തകർക്കുക, അവരെ ഭയപ്പെടുത്തി ഇല്ലാതാക്കുക, അതോടൊപ്പം അവരുടെ മൗലിക അവകാശങ്ങളെ ഇല്ലാതാക്കുക, മുസ്ലിം സംവിധാനങ്ങൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ള വ്യത്യസ്ത രൂപങ്ങളെ, മുസ്ലിമിന്റെ സംവിധാനങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അവതരിപ്പിച്ച ഒന്നായിരുന്നു ഈ വഖഫ് ബിൽ എന്നുള്ളത്. മുസ്ലിമിന്റെ മേലുള്ള ഉടമസ്ഥാവകാശം, അവരുടെ കൈകാര്യകർത്തൃത്വങ്ങളെ ഇല്ലാതാക്കുന്നതോടുകൂടി ഈ ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പറഞ്ഞ ഭരണകൂടം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ബില്ല് അവതരിപ്പിച്ച അതേ ഭരണകൂടം തന്നെ ഒരു വശത്ത് പറഞ്ഞു വെക്കുന്നത് ഇത് മുസ്ലിം സമൂഹത്തിന് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, അവരുടെ അവകാശങ്ങളെ ഹനിക്കപ്പെടാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചതെന്ന് ഒരു വശത്ത് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു പറച്ചിലിനെ നമുക്ക് കാണാൻ സാധിക്കുക ആട്ടിൻതോലഞ്ഞ ചെന്നായകളുടെ ഒരു സ്വഭാവത്തെയാണ് നമുക്കതിനോട് ഉപമിക്കാൻ സാധിക്കുക. ഇസ്ലാമിക ചരിത്രം നമുക്ക് അനേകം പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കല് റസൂലിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലെ, എനിക്ക് ഖൈബറിൽ നിന്നും കുറച്ച് ധനം ലഭിച്ചിട്ടുണ്ട്, കുറച്ച് ഭൂമി ലഭിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്രയും അധികം സമ്പത്ത് വേറെ എവിടെ നിന്നും ലഭിച്ചിട്ടില്ല, എന്റെ കൈവശവുമില്ല. ഞാൻ ഇതെങ്ങനെ ചെലവഴിക്കണം പ്രിയ റസൂലെ എന്ന് ചോദിക്കുമ്പോ റസൂൽ കൊടുക്കുന്ന മറുപടി, നീ അത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന്റെ ഉടമസ്ഥാവകാശം, അതിന്റെ ക്യാപിറ്റൽ, മൂലധനം നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്നും ലഭിക്കുന്ന പ്രോഫിറ്റ് അത് നിങ്ങൾക്ക് സ്വതക്കയായിട്ട് നൽകാൻ സാധിക്കണം. അഥവാ അതിന്റെ പ്രോപ്പർട്ടി, ക്യാപിറ്റൽ, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ്, ലാഭം എന്നുള്ളത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കണം. അത് വാങ്ങുവാനോ അല്ലെങ്കിൽ അത് സമ്മാനമായിട്ട് നൽകുവാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിന്റെ ഉടമസ്ഥാവകാശം നൽകുവാനോ തയ്യാറാകാതെ നിങ്ങൾക്ക് സകലതും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. ഈ ഒരു വാചകത്തെ, ഈ ഒരു ആശയത്തെ ഉമർ ഫാറൂഖ് ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം സർവ്വതും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ സമർപ്പണമാണ് ഇതിലൂടെ നമുക്കവിടെ കാണാൻ സാധിക്കുക. അഥവാ തന്റെ മുമ്പിൽ വന്നു ചേർന്ന വലിയൊരു സമ്പാദ്യത്തെ, വലിയൊരു മുതലിനെ ഒരു കാരണവുമില്ലാതെ സ്വന്തം റബ്ബിന്റെ മുമ്പിൽ, റബ്ബിന്റെ പേരിൽ സമർപ്പിക്കുന്ന ഒരു ത്യാഗം, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പ്രചോദനമാണെന്നുള്ളതാണ്. അഥവാ ഇങ്ങനെ അനേകം ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേൽ അനേകം ചുമതലകൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ചുമതലകളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. അഥവാ വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഒരു ചരിത്രം, ഇത് വഖഫിന്റെ ചരിത്രത്തിലെ ആദ്യ പാഠമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കും.
ഈ വഖഫിന്റെ സംരക്ഷണ ചുമതലയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന്റെ മുന്നോട്ട് പോക്കിൽ, അതിന്റെ സംരക്ഷണത്തിന്റെ മുന്നോട്ട് പോക്കിൽ അതിൽ നിന്നും ചിലവഴിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മറിച്ച് വഖഫ് ചെയ്ത ഒരു സാധനത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ നമ്മുടെ വ്യക്തി ഉപയോഗത്തിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. മറിച്ച് സാമൂഹിക ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമുക്കതിനെ ചിലവഴിക്കാമെന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും സാമൂഹികമായിട്ട് അതിന്റെ ഉന്നമനത്തിന് വേണ്ടി നമുക്കത് ഉപയോഗപ്പെടുത്താം. അതാണ് വഖഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എന്താണ് വഖഫ് എന്ന് ചോദിച്ചാൽ, വഖഫ് എന്ന പദത്തിന്റെ അർത്ഥം നമുക്ക് കാണാൻ സാധിക്കുക അത് കൂട്ടിച്ചേർത്ത് നിർത്തുക അല്ലെങ്കിൽ ചേർത്ത് നിർത്തുക എന്നൊക്കെയാണ് വഖഫിന്റെ വാക്കർത്ഥമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് നമുക്ക് അള്ളാഹുവിന്റെ പാതയിൽ ഫീ സബീലിൽ നമുക്ക് അതിനെ വായിക്കുമ്പോൾ നമ്മുടെ ഒരു സംവിധാനത്തെ, ഒരു മുതലിനെ, അതിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചേർത്ത് നിർത്തുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ അത് സമർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും പിന്നീട് അത് അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതിൽ നിന്നും ലഭിക്കുന്ന ഓരോ ഉപഹാരങ്ങളും അല്ലെങ്കിൽ ഓരോ ഉപകാരങ്ങളും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, അത് സമർപ്പിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ ഇരട്ടി വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒന്നായിട്ടാണ് റബ്ബ് നമ്മുടെ മുമ്പിൽ അതിനെ പരിചയപ്പെടുത്തുന്നത്. അഥവാ ഇത് നമുക്ക് വഖഫായിട്ട് എന്തും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അഥവാ അള്ളാഹു നമ്മുടെ മുമ്പിൽ നിയമമാക്കിയിട്ടുള്ള, നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള, നമുക്ക് ഹലാലാക്കിയിട്ടുള്ള എന്തിനേയും നമുക്ക് വഖഫ് ചെയ്യാൻ സാധിക്കും. അഥവാ അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് പ്രതിഷ്ഠിക്കാൻ, അതോടൊപ്പം അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നതിന് വേണ്ടി, റബ്ബിന്റെ സാമീപ്യം നമുക്ക് കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമുക്കൊരു പുണ്യ കർമ്മമായിക്കൊണ്ടാണ് ഇസ്ലാം വഖഫിനെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന മറ്റൊരു സംഭവമുണ്ട്, ഒരു വലിയ പാഠമുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമ അഥവാ ആദമിന്റെ പുത്രൻ അവൻ മരിക്കുന്ന ഘട്ടത്തിൽ, അഥവാ ഇദാ മാത ഇബ്നു ആദം മരിക്കുന്ന ഘട്ടത്തിൽ ഇൻഖത അമലുഹു, അവന്റെ അമലുകൾ എന്ത് ചെയ്യും? മുറിക്കപ്പെടും, അത് ഇല്ലാതായിത്തീരും. അഥവാ ഇല്ലാമൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെയെന്ന് റസൂൽ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ 3 കാര്യങ്ങളിൽ എണ്ണി പറയുന്നിടത്ത് ആദ്യമായിട്ട് പറയുന്നത് സ്വതക്കത്തുൻ ജാരിയയാണ്, റബ്ബിന്റെ മാർഗത്തിലുള്ള സ്വതക്കയാണ്. ഈ സ്വതക്കയെ നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ വളരെ വിശാലമായി കൊണ്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. രണ്ടാമതായി പറയുന്നത് അവന്റെ ഇൽമിനെ അവനെങ്ങനെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെയാണ്. പ്രിയപ്പെട്ടവർ, ഇതിൽ ഒന്നാമതായി പറഞ്ഞ സ്വതക്കത്തുൻ ജാരിയുണ്ടല്ലോ, ഈ സ്വതക്കത്തുൻ ജാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിലുള്ള വഖഫ് എന്നുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ഒരു ധനത്തെ, ഒരു സമ്പാദ്യത്തെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ഘട്ടം, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വതക്കത്തുൻ ജാരിയയാണ്. അഥവാ തുടരുന്ന നമ്മുടെ ജീവിതയാത്രയ്ക്ക് ശേഷവും നമ്മള് നാളെ അള്ളാഹുവിന്റെ ബർസയിൽ നിൽക്കുന്ന സാഹചര്യത്തിലും ഈ സമൂഹത്തിന് വേണ്ടി ഉപകാരപ്പെടുന്ന, ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒന്നായിട്ട് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയ സ്വതക്കത്തുൻ ജാരിയുണ്ടല്ലോ, ആ സ്വതക്കത്തുൻ ജാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് വഖഫിനെ റസൂൽ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ തന്നെ മരണശേഷം നിലനിൽക്കുന്ന സമ്പാദ്യത്തെ പറ്റിയിട്ട്, പുണ്യകരമായ കർമ്മങ്ങളെ പറ്റിയിട്ട് പറയുന്നിടത്ത് ഇമാം സുയൂത്തി നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന വ്യത്യസ്ത ഘടകങ്ങളുണ്ട്. അതില് പ്രധാനപ്പെട്ടത് അവൻ പ്രചരിപ്പിച്ച വിജ്ഞാനമാണ്. രണ്ടാമത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. മൂന്നാമതായിട്ട് പറയുന്നത് അവൻ നട്ട മരങ്ങളാണ്. ഇങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അഥവാ അതില് അവൻ സ്ഥാപിച്ച വിദ്യാലയങ്ങള് അല്ലെങ്കിൽ മറ്റു അഗതി മന്ദിരങ്ങള്, അതുപോലെ തന്നെ അവൻ നിർമ്മിച്ച പള്ളികള്, അവൻ സ്വതക്ക ചെയ്ത ദാനങ്ങളെയൊക്കെ ഇമാം സുയൂത്തി നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ വലിയ കർമ്മമായിട്ട്, പുണ്യകർമ്മങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നിടത്ത് നമുക്കറിയാം ഈ പറഞ്ഞ അനേകം മൂല്യങ്ങൾ നമ്മൾ ഇസ്ലാമിന് വേണ്ടി വഖഫ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇസ്ലാമിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പിൻഗാമികളായി വരുന്ന ഓരോരുത്തർക്കും വലിയ പാഠമായിക്കൊണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വഴിവെളിച്ചമായി തീരുന്ന ഒരു കാര്യമായിക്കൊണ്ടാണ് വഖഫിനെ ഇസ്ലാം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അഥവാ നമുക്ക്
വഖഫായിക്കൊണ്ട് നമുക്ക് ഭൂമി നൽകാൻ സാധിക്കും, വഖഫായിക്കൊണ്ട് നമുക്ക് തോട്ടങ്ങൾ നൽകാൻ സാധിക്കും, കെട്ടിടങ്ങൾ നൽകാൻ സാധിക്കും. ഇങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇതിന് നമുക്ക് മൂവബിളായിക്കൊണ്ടുള്ള നീക്കാൻ സാധിക്കുന്ന പല വഖഫ് സ്വത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കാത്ത മൂവബിളല്ലാത്ത നോട്ട് മൂവബിളായിക്കൊണ്ടുള്ള അനേകം കാര്യങ്ങൾ കാണാൻ സാധിക്കും. വഖഫായിക്കൊണ്ട് നമുക്ക് വാഹനങ്ങൾ നൽകാൻ സാധിക്കും. ഇങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രത്തിൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പടയെങ്കി ഇസ്ലാമിന് വേണ്ടി വഖഫ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇസ്ലാമിക ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങളാണ്. ഇങ്ങനെ വഖഫ് നൽകുന്ന കാര്യങ്ങൾ അത് നല്ല കാര്യത്തിനായി തീരാൻ നമുക്ക് സാധിക്കാമെന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നിയ്യത്ത് അത് നല്ല കാര്യത്തിനായിരിക്കണം. അത് പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിലായിരിക്കണം. അഥവാ ഒരു നിശ്ചിത കാലത്തെ മാത്രം ഒതുങ്ങിത്തീരുന്ന ഒന്നായി മാറാതെ അതൊരു നീണ്ട കാലത്തേക്ക് ഒരു സുനിശ്ചിതമായി കൊണ്ട് കുറച്ചു കാലത്തേക്ക് ധാരാളമായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ വഖഫ് ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലാതെ നമുക്ക് ഉദാഹരണമായിക്കൊണ്ട് നമുക്കൊരു അത്തർ നമ്മളൊരു വഖഫായി നൽകാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ അതിന് വഖഫായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. അഥവാ അതിന്റെ ഗന്ധം നശിക്കുന്നതോടുകൂടി അത് ഇല്ലാതായി തീരുന്നു എന്നുള്ളതാണ്. മറിച്ച് സുനിശ്ചിതമായിക്കൊണ്ട് കുറച്ചു കാലത്തേക്ക് നമ്മുടെ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുത്താൻ സാധിക്കുന്ന ഉപയോഗിക്കാൻ സാധിക്കുന്ന സാധനങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് വഖഫായി നമുക്ക് നൽകാൻ കഴിയേണ്ടത്. ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന്. ഇത് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് അവൻ കൊടുക്കാൻ അവൻ ചിലവഴിക്കാൻ തയ്യാറാകുന്നുവോ അതോടുകൂടിയിട്ടാണ് അവന്റെ സൽക്കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുക എന്നും അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുക എന്നും ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുന്നുണ്ട്. അഥവാ ധാരാളം സമ്പത്തുള്ള ഒരു സ്വഹാബിയെ നമുക്ക് പരിചയമുണ്ട്. അഥവാ അദ്ദേഹത്തിന്റെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തോട്ടം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച വ്യക്തിയായിരുന്നു. അഥവാ റസൂലിന്റെ അടുക്കല് ഒരിക്കലും വന്നിട്ട് അബൂ തൽഹ ചോദിക്കുന്നുണ്ട്, റസൂലെ, എന്റെ കൈവശമുള്ള മദീനത്തുള്ള ബൈറുഹാ തോട്ടം ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ചൂടെടുക്കുന്ന സമയത്ത്, ഞാൻ വിഷമിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ആ തോട്ടത്തിൽ പോയിട്ട് കാറ്റുകൊള്ളാറുണ്ട്. അവിടുത്തെ പ്രകൃതി രമണീയത ഞാൻ ആസ്വദിക്കാറുണ്ട്. അവിടുത്തെ പഴങ്ങൾ ഞാൻ ഭക്ഷിക്കാറുണ്ട്. അത്രയും വിശാലമായിക്കൊണ്ടുള്ള എന്നിലുള്ള വലിയ സമ്പാദ്യത്തെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലിനോട് പറഞ്ഞ ഘട്ടത്തിൽ റസൂൽ ആ ഒരു പ്രഖ്യാപനത്തെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നും നിലനിൽക്കുന്ന വലിയ സമ്പാദ്യമായിക്കൊണ്ട് വലിയ പ്രഖ്യാപനമായിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കുമ്പോ ഇസ്ലാമിക സമൂഹത്തിൽ ഒരു ക്ഷേമരാഷ്ട്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്ന ഒന്നായിക്കൊണ്ടാണ് വഖഫിനെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുന്നത്. അതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിക്കൊണ്ട് അള്ളാഹു തന്നെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് തന്റെ അടിമക്ക് ഉടമയുടെ മേലുള്ള ഒരു പ്രതീക്ഷയാണ്, റബ്ബിനുള്ള സമർപ്പണമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ സമർപ്പിക്കുന്ന സമർപ്പണത്തെയാണ് വഖഫ് എന്ന ഒരു പദം കൊണ്ട് നമുക്ക് വിവക്ഷിക്കാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇസ്ലാമിന്റെ അടിച്ചമർത്തപ്പെട്ട സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് നൽകാൻ കഴിയുന്ന നമ്മുടെ സമ്പത്ത്, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, ഇതൊക്കെ വഖഫിന്റെ ഉദാഹരണങ്ങളാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രം എന്നല്ല ഇന്ത്യൻ ചരിത്രം നമ്മൾ പരിശോധിക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങൾ നമ്മൾ പരിശോധിക്കുക. വിദ്യാഭ്യാസപരമായിട്ട് അനേകം ഉന്നമനവും വളർച്ചയും കൊണ്ടുവന്നത് മുസ്ലിം ഉമ്മത്ത് തന്നെയായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്ന ഡൽഹിയിലൊക്കെ സ്ഥിതി ചെയ്യുന്ന അലിഗഡ് പോലെ, ഹംദർദ് പോലെയുള്ള, ജാമിയ മില്ലിയ പോലെയുള്ള അനേകം യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ആരംഭം ഇതൊക്കെ വഖഫ് സ്വത്തുകളിൽ നിന്നാണെന്നുള്ളത് നമ്മൾ ആരംഭിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അഥവാ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ട് അത് വെറും മുസ്ലിം ഉമ്മത്തിന് മാത്രം ലക്ഷ്യവെച്ചുകൊണ്ടുള്ള ഒന്നല്ല, മറിച്ച് സമൂഹത്തിന്റെ മൊത്തം ഉന്നമനത്തിന് വേണ്ടിയിട്ട് നാനാജാതി ആളുകൾക്കും കയറി ചെല്ലാൻ സാധിക്കുന്ന അവരുടെയൊക്കെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ച ഈ സംവിധാനങ്ങൾ, ഇങ്ങനെ അനേകം സംവിധാനങ്ങളെയാണ് ഇന്നത്തെ ഭരണകൂടം
തച്ചു തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ റസൂലിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചത് അത് പിന്നീട് വഖഫ് ബോർഡുകളായിക്കൊണ്ട് ഔഖാഫ് മന്ത്രാലയങ്ങളായിക്കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന വഖഫ് മന്ത്രിമാര് പോലും ഉണ്ടായിട്ടുള്ളതിന്റെ തുടക്കം റസൂലിന്റെ കാലഘട്ടമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ പോലും വഖഫിനെ തച്ചു തകർക്കാൻ, അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടത്തിനെതിരെ നമുക്ക് സംസാരിക്കാൻ, പ്രതിരോധിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉമ്മത്തിന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മള് വഖഫിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ 1913 മുതൽ അനേകം ഘട്ടങ്ങളിൽ വഖഫിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അനേകം ഭേദഗതി നിയമങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ, ഇന്ത്യൻ ഭരണകൂടത്തിൽ തന്നെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതിനൊക്കെ നേരെ ഉൾട്ടതിരിക്കുന്ന, ഇതിനൊക്കെ ഇല്ലാതാക്കുന്ന രൂപത്തിലാണ് ഇന്നത്തെ വഖഫ് ഭേദഗതി നിയമം നമ്മുടെ മുമ്പിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഇത് വിളിച്ചോതുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, ഈ വഖഫ് ഭേദഗതി ബില്ല് നമ്മുടെ മുമ്പിൽ വിളിച്ചു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മുസ്ലിമിന്റെ എന്നല്ല, ഇന്ത്യൻ ഭരണഘടനയെ തച്ചു തകർക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. അഥവാ ഇന്ത്യയിൽ നാനാജാതി ആളുകൾക്കും ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അഥവാ ഏത് ജാതിക്കും അതിന്റെ ഏത് മതസ്ഥർക്കും അവർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള, അവരുടെ ആരാധനകൾ നിർവഹിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അതിനെ തച്ചു തകർക്കുന്ന ഒന്നായിക്കൊണ്ട് നമുക്ക് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ ഈ വഖഫ് ഭേദഗതി വിളിച്ചു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അത് ഇന്ത്യൻ ഇപ്പോഴത്തെ ഭരണകൂടം എന്താണോ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്ന ഒന്നായിട്ട് നമുക്ക് ഈ വഖഫിനെ കാണാൻ സാധിക്കും. നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഈ ലോകത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ആ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് മാത്രമാണോ ഉയർച്ച ഉണ്ടായിട്ടുള്ളത്? നേരെ മറിച്ച് അത് മൊത്തം സമൂഹത്തിന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊത്തം ജനങ്ങൾക്കും അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അനേകം ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഈ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന, അതിനൊക്കെ ഒതുക്കുന്ന രൂപത്തിലേക്കാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് കടന്നു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചാരിറ്റി പ്രവർത്തനങ്ങൾ നിങ്ങൾ സ്വന്തം നടത്തേണ്ടതില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഈ വഖഫ് ഭേദഗതി ബില്ല് നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത്, മുസ്ലിമേതരമായ ആളുകൾക്കും വഖഫ് ചെയ്യാനുള്ള അവകാശവും അവർക്ക് അതിനുള്ള സംവിധാനങ്ങളും വഖഫ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനെ പോലും തകർക്കുന്ന ഒന്നായിക്കൊണ്ട് ഈ വഖഫ് ഭേദഗതിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അഥവാ ഒരു വ്യക്തി 5 വർഷക്കാലം മുസ്ലിമായി ജീവിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വഖഫ് ചെയ്യാനുള്ള അവകാശം അവർക്ക് വന്നു ചേരുകയുള്ളൂ എന്നുള്ള ഒരു കാര്യവും ഈ വഖഫ് ഭേദഗതി ബില്ല് നമ്മുടെ മുമ്പിൽ വിളിച്ചു പറയുന്നു. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, വഖഫ് സ്വത്ത് ഭൂമി അത് വഖഫിന് സ്വത്ത് അല്ല എന്ന് ഒരു വ്യക്തി പരാതിപ്പെടുന്ന ഘട്ടത്തിൽ ആ പരാതിയെ വിശദീകരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി കളക്ടറെ ചുമതലപ്പെടുത്തുകയും ആ കളക്ടർ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് തെളിവുപ്പെടുത്തുന്ന ഘട്ടത്തിൽ അത് വഖഫ് സ്വത്തല്ലാതായി തീരുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറുമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത്, ഈ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അനേകം ബോർഡുകൾ നമ്മുടെ ഇതിൽ കാണാൻ സാധിക്കും. കേരള സമൂഹത്തിലുള്ള വഖഫ് ബോർഡ് പോലെ, അല്ലെങ്കിൽ സെൻട്രൽ വഖഫ് കൗൺസിൽ പോലെ അനേകം ബോർഡുകൾ നമുക്ക് സംവിധാനങ്ങൾ കാണാൻ സാധിക്കും. ഈ സംവിധാനങ്ങളിലൊക്കെ അന്യമതസ്ഥർക്കുള്ള മതസ്ഥരെ ഉറപ്പുവരുത്തണമെന്നുള്ളതാണ്. അഥവാ മുസ്ലിം അല്ലാത്ത 4 ആളുകളെതിൽ ഉറപ്പുവരുത്തണമെന്നുള്ളതാണ്. 4 ആളുകൾ എന്ത് ചെയ്യണം? ഈ വഖഫ് ടീമിൽ ഉണ്ടാകണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഈ വഖഫ് ബില്ല് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അഥവാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അനേകം മതസ്ഥരെ നമുക്ക് കാണാൻ സാധിക്കും. ഹിന്ദു ആയാലും ക്രിസ്ത്യനായാലും ജൂതനായാലും അനേകം മതസ്ഥരെ കാണാൻ സാധിക്കും. അവർക്കൊക്കെ വ്യത്യസ്ത സംവിധാനങ്ങളുണ്ട്. അവരുടെ സംവിധാനങ്ങളിലൊന്നും മുസ്ലിം കടന്നു കയറുകയോ അല്ലെങ്കിൽ മുസ്ലിമിന്റെ സാന്നിധ്യമോ നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് ഇവർ വിളിച്ചോതുന്നത്, ഈ വഖഫ് ഭേദഗതി ബില്ല് വിളിച്ചോതുന്നത് ഈ മുസ്ലിമിനെ തച്ചു തകർക്കാനുള്ള ഏറ്റവും പ്രധാന ശ്രമമായിക്കൊണ്ട് അവരുടെ ഏറ്റവും ആഭ്യന്തരമായിട്ടുള്ള, അവരുടെ ഏറ്റവും
നിയമപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങളെ തകർക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ സംവിധാനങ്ങളിലൊക്കെ അന്യമതസ്ഥരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊന്ന് പറയുന്നത്, നമുക്കറിയാം ഈ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല പ്രശ്നങ്ങളും വല്ല വിഷയങ്ങളും ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ തന്നെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം നമുക്ക് പണ്ടുണ്ടായിരുന്നു. ആ സാന്നിധ്യം കൊണ്ടായിരുന്നു അത് നമ്മള് ഇല്ലാതാക്കിയിരുന്നത്, അല്ലെങ്കിൽ അതിന് നമ്മളെ ഇല്ലാതാക്കി അതിനെ നമ്മൾ പരസ്പരം ചേർത്ത് നിർത്തിയിരുന്നത്. പക്ഷെ അതിനെ പോലും തച്ചു തകർക്കുന്ന ആ പണ്ഡിതന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഭരണഘടനാ ശിലകളിൽ ഉയർന്നിരിക്കുന്ന അന്യമതസ്ഥയിൽപ്പെട്ട ആളുകളാണെന്ന് തീരുമാനമെടുക്കുക എന്ന രൂപത്തിലൊക്കെയുള്ള സംവിധാനങ്ങളാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് നമ്മുടെ മുമ്പിൽ വിളിച്ചോതുന്നത്. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ ഈ വഖഫ് ഭേദഗതി ബില്ല് നമ്മുടെ മുമ്പിൽ വിളിച്ചോതുന്നുണ്ട്. അഥവാ മുസ്ലിം ഉമ്മത്തിനെ തച്ചു തകർക്കാൻ, അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ ഒരു ബില്ല് കൊണ്ടോ ഈ ഒരു ഭേദഗതി ബില്ല് കൊണ്ട് അവരെ ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തെ അധികാരത്തിന്റെ മുമ്പ് കൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് പോരാടാൻ സാധിക്കണം. അതോടൊപ്പം മുസ്ലിം ഉമ്മത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ വിജയത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. വമൻ അളലം മിമ്മൻ മനാ മസാജിദുല്ലാഹി അൻ യുദ്കറ ഫീഹി ഇസ്മുഹു വസആഫി ഹറാബിഹാ എന്നത് അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ നിന്നും അവന്റെ നാമങ്ങളെ ഉയരുന്നത് തടയാൻ ആര് ശ്രമിക്കുന്നുവോ ആ ശ്രമത്തെ തടയുന്നതിനേക്കാൾ ഏറ്റവും നികൃഷ്ടനായിട്ടുള്ള മോശമായിട്ടുള്ള ആരുണ്ട് എന്ന് റബ്ബ് തന്നെ നമ്മുടെ മുമ്പിൽ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുസ്ലിം ഉമ്മത്തെ ഇല്ലാതാക്കുന്ന, അവരുടെ പള്ളികളെ ഇല്ലാതാക്കുന്ന, അവരുടെ മദ്രസകളെ ഇല്ലാതാക്കുന്ന, അവരുടെ മറ്റു സംവിധാനങ്ങളെ ഇല്ലാതാക്കുന്ന എല്ലാ ശ്രമങ്ങളെയും നമുക്ക് തകർക്കാൻ സാധിക്കണം. അതിനൊക്കെ ഒന്നിച്ച് പോരാടാൻ, അതിനൊക്കെ എതിരിൽ ഒന്നിച്ച് പോരാടി വലിയ വിജയങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ആ സമർപ്പണത്തെ അത് മറ്റൊരു ഭരണാധികാരിക്കും നമ്മൾ പാട്ടത്തിന് കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കണം. അങ്ങനെ റബ്ബിനെ സമർപ്പിച്ച ആ സമർപ്പണത്തെ അടിയുറപ്പിച്ചു നിർത്താൻ, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ സാധിക്കണം. അതിനുള്ള തൗഫീക്ക് പടച്ചറപ്പ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന, പോരാടുന്ന ധാരാളം ആളുകളുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ജയിലറ പുൽകിയ ധാരാളം നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. അവരുടെ പ്രയാസങ്ങളൊക്കെ റബ്ബ് എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതോടൊപ്പം ഈ പോരാട്ട രീതിയിൽ നമുക്ക് ഒന്നിച്ചു ചേരാനുള്ള ഭാഗ്യം പടച്ചറപ്പ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. وأقول قولي هذا أستغفر الله لي ولكم ولسائر المؤمنين فإنه هو الغفور الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. عباد الله اوصيكم وثانيا بتقوى الله. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ നാട് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഏറ്റവും വേഗം റബ്ബ് നമുക്ക് എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ധാരാളം പോരാളികളുണ്ട്. അവരുടെ പോരാട്ടത്തെ ഒക്കെ റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജർ طيب ثراهم وجل جنة مأواهم. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار، وأدخلنا الفردوس يا رب العالمين، وأدخلنا الفردوس يا رب العالمين. اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في غزة، اللهم انصر المسلمين في الهند. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام.